എല്ലാവർക്കും നമസ്കാരം. സമ്പൽ സമൃദ്ധിക്ക് സമ്പന്നർ രഹസ്യമായി ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യമാണ്. ഇതിന്റെ ഫലം പലർക്കും അനുഭവമുള്ള കാര്യമായത് കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഈ കർമ്മം നമ്മുടെ അയൽരാജ്യമായ ചൈനയിൽ വളരെ പണ്ടുകാലം മുതൽക്കേ ചെയ്തുവരുന്ന കാര്യമാണ്. ഇതുപോലുള്ള ഒത്തിരി കർമ്മങ്ങൾ വിശ്വാസപൂർവം ചെയ്യുന്നത് കൊണ്ടാവാം അവിടെ എല്ലാവർക്കും വളരെയധികം സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നത്. അവിടുത്തെ സമ്പന്നർ ചെയ്യുന്നത് പോലെ ഇന്ത്യയിലെ സമ്പന്നരും മറ്റു രാജ്യങ്ങളിലെ സമ്പന്നരും ഈ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. 5000 വർഷം പഴക്കമുള്ള ഫെങ് ഷു എന്ന ചൈനീസ് അനുശാസനത്തിൽ ആണ് ഈ കാര്യം പറയുന്നത്. വിശ്വാസപൂർവം ചെയ്താൽ ഫലം സുനിശ്ചിതമാണ്. 5 രൂപ നാണയം ഇതിനാവശ്യമായിട്ടുണ്ട്. അല്പം കല്ലുപ്പും വേണം. അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ചുവന്ന തുണിയും ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഭാരതീയ ജ്യോതിഷപ്രകാരം പറയുകയാണെങ്കിൽ 5 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നവഗ്രഹങ്ങളിൽ വ്യാഴത്തെയാണ് 5 എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ സമ്പന്നർ വളരെ ഭക്തിയോടെയും വിശ്വാസത്തോടെയാണ് ഈ കർമ്മങ്ങൾ ചെയ്തു വരുന്നത്. അതുകൊണ്ട് അവർ സാമ്പത്തികമായി ഉന്നതിയിലേക്ക് വീണ്ടും വീണ്ടും എത്തിച്ചേരുന്നു. ഈ കർമ്മം എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. ആദ്യം 5 രൂപയുടെ 5 നാണയം ആക്റ്റീവ് ചെയ്യണം, അതായത് ശക്തിപ്പെടുത്തണം. കാരണം നമ്മുടെ കയ്യിൽ വരുന്ന ആ 5 നാണയം പലരുടെയും കൈകളിലൂടെ കൈമറിഞ്ഞു വരുന്നതാണ്. അതിന് നെഗറ്റീവ് ഊർജം ഉണ്ടാകും. അതുകൊണ്ട് നാണയത്തെ ശുദ്ധീകരിക്കണം. എന്നാലേ നാണയത്തിന് പോസിറ്റീവ് ഊർജം ഉണ്ടാകൂ. നാണയങ്ങൾ ശുദ്ധീകരിക്കാൻ അല്പം കല്ലുപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യമായിട്ടുണ്ട്. ഇവ രണ്ടും സമമെടുത്ത് ഒരു ചില്ലിൻ്റെ ഗ്ലാസ്സിലോ പാത്രത്തിലോ വെള്ളമൊഴിച്ച് ഉപ്പും മഞ്ഞളും സമമായി ഇളക്കി അതിലേക്ക് 5 രൂപയുടെ 5 നാണയങ്ങൾ ഇടുക. 10 മിനിറ്റിന് ശേഷം നാണയങ്ങൾ എടുത്ത് വൃത്തിയായി കഴുകി ശുദ്ധമായ വെള്ളത്തിലോ പനിനീർ കൊണ്ടോ കഴുകി തുടച്ച് എടുക്കുമ്പോൾ നാണയങ്ങൾ ആക്റ്റീവായി, നാണയങ്ങൾ ശുദ്ധീകരിച്ചു. ഈ ഉപ്പും മഞ്ഞളും ലക്ഷ്മീദേവിക്ക് പ്രിയങ്കരങ്ങളാണ്. 5 രൂപ നാണയം വ്യാഴത്തെ സൂചിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞുവല്ലോ, വ്യാഴം എന്നത് മഹാവിഷ്ണുവാണ്. അപ്പോൾ ഈ കർമ്മം ചെയ്യുന്നതിലൂടെ ലക്ഷ്മി നാരായണ പ്രീതി ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 5 രൂപയുടെ 5 നാണയങ്ങൾ ഉണ്ടല്ലോ, അതിൽ ഒരു നാണയം എടുക്കുക. ചുവന്ന തുണിയിലോ ചുവന്ന കടലാസിലോ പൊതിഞ്ഞ് പ്രധാന വാതിലിൻ്റെ മുകളിൽ ഒട്ടിച്ചു വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വീടിൻ്റെ ഉള്ളിലേക്ക് സമ്പത്തിൻ്റെ പ്രവാഹം വർദ്ധിപ്പിക്കുന്നു. വാതിലിൻ്റെ മുകളിൽ വയ്ക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ വിഷമിക്കണ്ട. പണം വയ്ക്കുന്ന അലമാരയിലോ ക്യാഷ് ബോക്സിലോ വയ്ക്കാം. യാതൊരുവിധ പ്രശ്നവുമില്ല. ബാക്കിയുള്ള 4 നാണയങ്ങൾ നിങ്ങൾ പ്രധാനമായി ഉപയോഗിക്കുന്ന മേശ, അതായത് നമ്മൾ കണക്ക് വരവുകൾ എഴുതാൻ ഉപയോഗിക്കുന്ന മേശ കാണുമല്ലോ, ആ മേശയുടെ 4 വശങ്ങളിൽ 4 നാണയങ്ങൾ ചുവന്ന തുണിയിലോ ചുവന്ന കടലാസിലോ പൊതിഞ്ഞ് സെല്ലോ ടേപ്പോ പശയോ ഉപയോഗിച്ച് 4 മൂലകളിൽ ആരും കാണാത്ത വിധം ഒട്ടിച്ചു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഈ കർമ്മം. ഈ കർമ്മം വിശ്വാസപൂർവ്വം ചെയ്യുക. അളവറ്റ ധനം നിങ്ങൾക്ക് ഉണ്ടായി വരും. ഇത് സുനിശ്ചിതമായ കാര്യമാണ്. പലർക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസപൂർവ്വം ചെയ്യുക.